നിങ്ങൾക്കാർക്കെങ്കിലും സ്വന്തം പേര് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടേറിയ ചില പേരുകൾ അങ്ങനെയൊക്കെ ചിലർക്ക് വരാറുണ്ട്. പേരുകളിൽ പല വെറൈറ്റികളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ തടവറ ഒരാളുടെ പേരിന് പ്രമേയമാകുമോ? എന്നാൽ അങ്ങനെ ഒരാൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലുണ്ട്. ഈ പേരിന് പിന്നിൽ CPM എന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയുണ്ട്. എന്നെ പ്രസവിച്ചത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. ജയിലിലല്ലേ പ്രസവിച്ചത്. അവനെ ജയിലനെന്ന് വിളിക്കാമെന്ന് കേവറിയമ്മ അന്നൊരു നിർദ്ദേശം വെച്ചു. ഈ പൂജപ്പുര ജയിലിന് മുന്നിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. പേര് ജയിൽ കുമാർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന കാര്യം പ്രേക്ഷകരോടൊന്ന് പറയാമോ? അച്ഛനും അമ്മയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 1964-65 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായപ്പോൾ CPIM-ന്റെ പ്രവർത്തകരെ മുഴുവൻ ചൈനീസ് ചാരന്മാരാണെന്ന് ആരോപിച്ചുകൊണ്ട് കരുതൽ തടങ്കലിൽ പിടിച്ച് പാർപ്പിച്ചിരുന്നു. ഗർഭിണിയായ അമ്മയെയും അച്ഛനെയും എൻ്റെ ഇളയ സഹോദരി ജയ്ജയും കൈക്കുഞ്ഞായ ജയ്ജയും കൂടി ചേർത്ത് അറസ്റ്റ് ചെയ്ത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. അങ്ങനെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ്, ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് അമ്മ ജന്മം നൽകിയത്. അവൻ്റെ അമ്മയും AR ഗൗരിയമ്മയും കൂടി ഒരു കെട്ടിലാണ്, അതായത് ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. അമ്മ എന്നെ പ്രസവിച്ചുവെങ്കിലും എൻ്റെ കാര്യങ്ങൾ നോക്കുകയും എന്നെ വളർത്തിയതുമെല്ലാം AR ഗൗരിയമ്മയാണ്. ജയിലൻ എന്ന പേരിട്ടത് KR ഗൗരിയമ്മയാണെന്ന് പറഞ്ഞു. അവനെ ജയിലനെന്ന് വിളിക്കാമെന്ന് KR ഗൗരിയമ്മ അന്നൊരു നിർദ്ദേശം വെച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ജയകുമാർ എന്നാണ്. അപ്പോൾ ജ്യേഷ്ഠനെ ജയകുമാർ എന്നായതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി ആലോചിച്ച് ജയിൽകുമാർ എന്ന് പേര് വരികയാണ്. കുമാർ കൂടി അങ്ങനെ ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി പേരുമായിട്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വലിയ ഹ്യൂമിലേഷൻ ആയിരുന്നു. അതായത് കുട്ടികൾക്ക് ഈ കള്ളനും പോലീസും മാത്രമേ ഉള്ളൂ. കള്ളനെ ജയിലിലടയ്ക്കും, പോലീസ് പിടിക്കും. അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ നിൻ്റെ അമ്മ എന്തിനാണ് ജയിലിൽ പോയത്? നിൻ്റെ അമ്മ കള്ളിയായതുകൊണ്ടാണ്, നിൻ്റെ അച്ഛൻ കള്ളനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഒരുപാട് ഹരാസ് ചെയ്യും. ഇപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 9ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അച്ഛനോട് വന്ന് പറഞ്ഞു, എനിക്കിനി ഈ ഹരാസ്മെൻറ്റ് താങ്ങാൻ കഴിയില്ല, എൻ്റെ പേര് മാറ്റണം, എനിക്ക് ഗസറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അശോക് കുമാർ എന്നൊരു പേര് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അച്ഛനോട് ഒന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് പാർട്ടിയുടെയും ഒരു ചരിത്രപരമായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പേരാണ് നിനക്ക്. 18 വയസ്സ് വരെ തുടരട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ട് നിനക്കിതൊരു ബാധ്യതയായി തോന്നുന്നെങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ കോളേജ് ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുകയും കുറച്ച് മുതിർന്നല്ലോ. SFIയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ SFIക്കാർക്കൊക്കെ അറിയാം, അവർക്കൊരു ചരിത്രം അറിയാം. അപ്പോൾ ഇതൊരു ചെറിയ അഭിമാനമായി പിന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പറയും. ഇപ്പോൾ എന്നെ അച്ഛനെ എല്ലാവർക്കും, അച്ഛൻ 3 പ്രാവശ്യം ഇവിടെ MLA ആയ ആളാണ്. അമണാവിശ്വാസം എന്നാണ് പേര്. അമ്മയുടെ പേര് ജയശാരദ എന്നാണ്. ഈ ഇതിന് സമാനമായിട്ടുള്ള പേര് വേറെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ അറിവിൽ ഇതുവരെ ഒരു പീസാണ്. കോടതിയിൽ എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി കിട്ടിയപ്പോൾ മാതൃഭൂമിയിൽ ഒരു ഫ്രണ്ട് പേജിൽ 6 കോളം ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. ജയിൽകുമാറിന് ഇനി പ്രതികളെ ജയിലിലേക്ക് അയക്കാൻ നിയോഗം എന്ന് പറഞ്ഞിട്ട്. നമുക്കൊക്കെ ഇത് തടവുപുള്ളികൾ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ, ജനിച്ച സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ സാധാരണ മക്കളുണ്ടാകുമ്പോൾ ഈ ആരാധനയൊക്കെ മൂത്ത്, അവരുടെ നേതാക്കന്മാരുള്ള ആരാധനയൊക്കെ മൂത്തിട്ട് അവർ മക്കൾക്ക് ലെനിനെന്നും ഗാന്ധിയെന്നും രാജീവെന്നും ഒക്കെ പേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഈ പേരിന് പിന്നിൽ അങ്ങനെയല്ല, ഒരു സമര പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയുണ്ട്. ഇപ്പോൾ എന്തായാലും CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയി ഇങ്ങനെ നടക്കുകയാണ്. ഈ പേരിനി ഇപ്പോൾ ആർക്കും തിരിച്ചറിയേണ്ടി വരില്ല. കാരണം എല്ലാവർക്കും പരിചിതമായൊരു പേരായി മാറി. തിരുവനന്തപുരംകാർക്ക് പ്രത്യേകിച്ചും പരിചിതമായൊരു പേരായി മാറി. ഇപ്പോൾ എന്തായാലും ശരി, ജയിൽകുമാർ കാണാം. അരുണും ബിജുവിനൊപ്പം അമൽ തേനമറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.